എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി യമ്മി ചിക്കൻ തിക്ക മസാലയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ തിക്ക മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ട്. ഒരു ബ്രസ്റ്റ് പീസ് ബോണോട് കൂടിയിട്ട് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ബോൺലെസ് ആയിട്ടുള്ള പീസസും ഉണ്ട്, ബോണോട് കൂടിയിട്ടുള്ള പീസസും ഉണ്ട്. പൊതുവേ ചിക്കൻ തിക്ക മസാല തയ്യാറാക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള പീസസാണ് എടുക്കുന്നത്. ചെറുതായി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളോ പ്ലേറ്റോ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ക്രഷ് ചെയ്തതും ചേർക്കാം, പേസ്റ്റാണ് കുറച്ചുകൂടി നല്ലത്. 1/2 ടീസ്പൂൺ ഗരം മസാലയോ ഏതെങ്കിലും ഒരു ചിക്കൻ മീറ്റ് മസാലയോ ചേർക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം. ഒരു പിഞ്ച് കസൂരി മേത്തി കൂടി ചേർക്കാം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പൊതുവേ ഇതെല്ലാം കുറച്ച് കൂടുതലായി നല്ല ഫ്ലേവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ തിക്ക മസാല എന്ന് പറയുന്നത്. ഇതിലേക്ക് 1/2 നാരങ്ങയുടെ നീരും 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള കേർഡും ചേർക്കാം. തൈരിന് കുറച്ച് പുളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചേർക്കാവുന്നതാണ്. അതുപോലെ കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല പൊടിച്ചതാണ്, ഉണക്കി പൊടിച്ചതാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. പൊതുവേ മിക്കവാറും ഉള്ള നോർത്ത് ഇന്ത്യയിലേക്കുള്ള മസാലക്കറികളിലെല്ലാം ചേർക്കുന്ന ഒന്നാണ് ഈ കസൂരി മേത്തി. ഉലുവയുടെ ഇല പൊടിച്ചതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം. അതുണ്ടെങ്കിലാണ് കുറച്ച് നല്ല റിച്ച് ഫ്ലേവർ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഇനി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. മാക്സിമം ടൈം ഉള്ളവരാണെങ്കിൽ ഓവർനൈറ്റൊക്കെ വെച്ചാൽ ചിക്കനിലേക്ക് ഈ ഒരു മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ഫ്ലേവറുള്ള ചിക്കൻ കഷ്ണങ്ങളായിട്ട് കിട്ടും. ഈ ഒരു കറിയുടെ മസാല തയ്യാറാക്കാൻ എടുക്കേണ്ടത് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള 2 സവാളയാണ്. വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം, വലുതായിട്ട് സ്ലൈസ് ചെയ്തിടരുത്. ഇനി ഒരു 2 നല്ല പഴുത്ത തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ടൊമാറ്റോ പേസ്റ്റും ഈ കറിക്ക് ആവശ്യമുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണ്ട, കാരണം തൈരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ ഇതേ ഓയിലിലാണ് മസാല തയ്യാറാക്കി എടുക്കേണ്ടത്. 2 വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക, വലുതായി മുറിച്ചിടാൻ പാടില്ല. ഇതിലൊട്ട് ഓയിലില്ലാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 ചെറിയ തക്കാളി ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലടിച്ച ആ ഒരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റോ സ്മെല്ല് ആ ഒരു ചാറിന് ഉണ്ടാവും. മസാലയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ ഏതെങ്കിലും ഒരു മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. പൊടികളുടെയും ചേർത്ത് പച്ചമണം മാറിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തല നന്നായി തയ്യാറായി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കനും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരണം. ഇള വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ചെറിയ തീയിലൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ചിക്കന് വേവ് ഉണ്ടാവില്ല, വേവെല്ലാം പോയിട്ടുണ്ടാവും. എന്നാലും കുറച്ചുകൂടി നല്ല സോഫ്റ്റായി ചിക്കൻ ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളമെല്ലാം ഒന്ന് കുറഞ്ഞ് വറ്റി നല്ലതുപോലെ റോസ്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഡാർക്ക് കളർ മാറി കുറച്ചും കൂടി ലൈറ്റ് കളറായിട്ട് വരും. ഞാനിതിൽ ഒരു ഡ്രോപ്പ് കളറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കളർ ചേർത്തില്ലെങ്കിലും കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് കളർ കിട്ടും. ഐസ്ക്രീം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കുറച്ചുകൂടി കസൂരി മേത്തി വേണമെന്നുള്ളവർക്ക് അതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും നാനിൻ്റെ ഒക്കെ കൂടെ നമുക്കൊരു സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ റൈസിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രീമിയും റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.